നമസ്കാരം. നമ്മുടെ ചിറ്റപ്പം വന്നാണ് നമ്മുടെ കാരണഭൂതത്തിൻ്റെ ഗൺമാന്മാരായിരുന്നവരെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ആ കോക്കസ് അവിടം വരെ എത്തി നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ചിറ്റപ്പന് ഗൺമാന്മാരുടെ കാര്യത്തിൽ ഇത്ര ബേജാറ്? മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട്, പിണറായി വിജയനെ പ്രൊട്ടക്ട് ചെയ്യാനോ നേതാക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്യാനോ ഒക്കെ വന്നാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഗൺമാന്മാർ ആ ഭരണം കഴിഞ്ഞു പോയി അത് അന്വേഷിക്കുകയാണ്, ഒരു ചെയ്ത് തെറ്റ് അന്വേഷിക്കുകയാണ്. അതിലെന്താ ചിറ്റപ്പന് കാര്യം? അപ്പോൾ ഗൺമാനൊക്കെ അവിടെ എത്തിയാണ്, രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ഇടപെടലൊക്കെ നടത്തി ചിലപ്പോൾ ഒരു ഭീഷണിയൊക്കെ ഉണ്ടാവും. ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വരെ ഭീഷണി ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി ഭരണത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയാണല്ലോ TP അന്വേഷണം നിർത്തിയൊപ്പിച്ച്. അപ്പോൾ ഈ ചിറ്റപ്പ ചോദിച്ച ചോദ്യം കേട്ടങ്ങൾ, മുഖ്യമന്ത്രിയെ രക്ഷിക്കൽ അംഗരക്ഷകരുടെ ദൗത്യമാണ്. ചിറ്റപ്പന് ബുദ്ധിയില്ലായിട്ടാണോ അതോ ചിറ്റപ്പനോട് ആരെ പറഞ്ഞു കൊടുത്തത് പറയുകയാണോ ഒന്നും അറിയില്ല. ചിറ്റപ്പന് ബുദ്ധിയില്ലായിട്ടുണ്ട്. കാരണം കമ്മികളാണല്ലോ. ബുദ്ധി വിവരമുണ്ടെങ്കിൽ വലിയ അടിമകളായിട്ട് ഇരിക്കൂലല്ലോ. അപ്പോൾ ചിറ്റപ്പ ഗൂഗിളിലൊന്ന് അടിച്ചാൽ മതി എന്താ ഗവൺമെന്റ്മാരെ നടപടിക്രമങ്ങൾ. അപ്പോൾ അതൊന്ന് കണ്ട് വായിച്ചോളി, ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ റോഡിലിറങ്ങി സുരക്ഷ നടപ്പാക്കാമെന്ന് ഗൂഗിളിനോട് ചോദിച്ചതാണ്. അപ്പോൾ ഗൂഗിൾ തന്നെ മറുപടി, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ റോഡിലിറങ്ങി സുരക്ഷ നടപ്പാക്കേണ്ടതുണ്ടോ എന്നത് വലിയ രാഷ്ട്രീയ നിയമവിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള വിഷയമാണ്. ഔദ്യോഗിക സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻകാല സംഭവങ്ങളും ഇതിലേക്ക് വെളിച്ചം വീശുന്നു. ഔദ്യോഗിക ചുമതല: മുഖ്യമന്ത്രിമാർക്ക് ശക്തമായ സുരക്ഷ Z+ അല്ലെങ്കിൽ Y കാറ്റഗറി ഒരുക്കുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക കടമ. ഔദ്യോഗിക ചുമതല എന്താണെന്നുള്ളത് കേട്ടോളി. മുഖ്യമന്ത്രിമാർക്ക് ശക്തമായ സുരക്ഷ Z+ അല്ലെങ്കിൽ Y കാറ്റഗറി ഒരുക്കുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക കടമ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വാഹനം സുരക്ഷിതമായി സംരക്ഷിക്കുക എന്നതാണ്. നിയമപരമായ അതിരുകൾ: പ്രോട്ടോകോൾ അനുസരിച്ച് റോഡരികിലെ പ്രതിഷേധക്കാരെ നേരിടേണ്ടത് ലോക്കൽ പോലീസാണ്. എന്നാൽ മുൻകാലങ്ങളിൽ പ്രതിഷേധക്കാരെ ലോക്കൽ പോലീസ് മാറ്റിയതിനു ശേഷവും ഗൺമാന്മാർ വാഹനത്തിൽ നിന്നിറങ്ങി വടിയുമായി മർദ്ദിച്ച സംഭവം വലിയ ചർച്ചയായിട്ടുണ്ട്. ചട്ടലംഘനം: ഇത്തരത്തിൽ ഗൺമാന്മാർ സുരക്ഷാ വലയം വിട്ട് റോഡിലിറങ്ങി ആക്രമിക്കുന്നത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ടുകളിലൂടെ കണ്ടെത്തൽ. അപ്പോൾ ഇതാണ് കമ്മികളെ ഇതിൻ്റെ നിജസ്ഥിതി. ഗൺമാന്മാർക്ക് ആ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് വരെ കയറി വരികയാണെങ്കിൽ വെടിവെക്കുക, തല്ലൊടിക്കുക ഒക്കെ ചെയ്യാം. ഗൺമാന്മാർക്ക് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി എന്ത് നടപടി സ്വീകരിക്കാം. ഇവിടെ റോഡിൽ, അങ്ങാടിയിൽ, തെരുവിൽ പോലീസിനാണ് അതിൻ്റെ ചുമതല, സുരക്ഷാ ചുമതല. ആഭ്യന്തരമന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി. അപ്പോൾ പോലീസിനാണ് മുഖ്യമന്ത്രിക്ക് എസ്കോർട്ടും പൈലറ്റും കൊടുക്കാനുള്ള ചുമതല, ഗൺമാന്മാർക്കല്ല. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഗൺമാന്മാർ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വടി, എവിടുന്ന അവർക്ക് വടി കിട്ടിയെന്നറിയില്ല, വടി വരെ ഓലെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. ഓലെ കയ്യിൽ ചിലപ്പോൾ തോക്കോ ആയുധങ്ങളൊക്കെ ഉണ്ടാവും. ഈ വടിയൊന്നും കൊണ്ടെടുക്കാൻ പാടില്ല. കാരണം വാഹനത്തിനുള്ളിൽ നിന്ന് ലാത്തി വീശൽ ഉണ്ടാവില്ലല്ലോ. വാഹനത്തിനുള്ളിൽ നിന്ന് പിന്നെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വടി വരെ ഇവിടെ കയ്യിൽ നിന്ന് എവിടുന്ന് കിട്ടിയെന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പം റോട്ടിൽ ഇറങ്ങിയിട്ട് പൂശിക്കാണ് ഇവർ. മനസ്സിലായില്ലേ? പോലീസ് തടുത്തിട്ടും ഇവർ മർദ്ദിക്കാൻ ചെയ്ത്. പോലീസ് അത് തടുക്കുന്നുണ്ട്. ഒരു പക്ഷേ നിയമലംഘനാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഈ പാവങ്ങൾക്ക് തലക്കൊക്കെ തല്ല് കിട്ടിയപ്പോഴുള്ള മനസാക്ഷി കുത്താകാം പോലീസ് അത് തടയുന്നുണ്ട്. എന്നിട്ട് പോലീസിന് മാറ്റിയാണ് ഇവർ അടിക്കുന്നത്. അപ്പോൾ അതിനുള്ള അധികാരം ഇവർക്കില്ല. പക്ഷേ ഇവർക്ക് ഒടുന്നാണ് അതിൻ്റെ അധികാരം കിട്ടിയതല്ലോ. ഈ മന്ദപ്പേട് വിചാരിച്ചാണ് എന്ത്, പിണറായി വിജയൻ്റെ കാലം കഴിയോളം പിണറായി എന്നെ കേരളം ഭരിക്കും, അല്ലെങ്കിൽ ഇത്തരം ഒരു അഴിചാട്ടത്തിന് നേതൃത്വം കൊടുക്കില്ലല്ലോ. അതായത് നമുക്കൊരു വീഡിയോസ് ഉണ്ടാവുമെന്ന് കാണാം. ഗൺമാന്മാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. പ്രതിഷേധക്കാരെ ലോക്കൽ പോലീസ് നിയന്ത്രിച്ചിരുന്നു. ഗൺമാന്മാരുടെ ചുമതലയിൽപ്പെടാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്നും റിപ്പോർട്ടിലുണ്ട്. 2 ദിവസത്തിനുള്ളിൽ നടപടിക്ക് ശുപാർശ റിപ്പോർട്ട് നൽകാനാണ് SITയുടെ നീക്കം. അപ്പം കേട്ടില്ലേ കമ്മികളെ, ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ വിട്ടപ്പം അതിലൊരു മൂത്ത കമ്മി ഒരു കമൻറ്റ് ഇട്ടാണ്, സുധാകരൻ്റെ ഗവൺമെൻറ് അതിനല്ലോ, സുധാകരൻ വെടിവെച്ചിണല്ലോ എന്നൊക്കെ. ഒരു മൂത്ത കമ്മി വിട്ടത് വിവരമില്ലാത്തോണ്ട് ഈ കാരണം കമ്മികളല്ലേ, അറിവുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ കമ്മിനോടും മറ്റേ കമ്മികളോടും പറയാനുള്ളത്, നിങ്ങളെ നേതാക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിഡിത്തങ്ങൾ പറഞ്ഞോളി.
പക്ഷേ നേതാക്കന്മാരെ പേരിൽ അഴിഞ്ഞാടിയ ഈ ക്രിമിനലുകളെ ഗുണ്ടകളെ സംരക്ഷിക്കാൻ നിങ്ങൾ രംഗത്ത് വരണ്ട. അത് പിന്നെ അബദ്ധവും. ഇതിൽ വേറൊരു വിഷയമുണ്ട്. അത് ഈ കേരളത്തിൽ നടക്കാത്തതുകൊണ്ടാണ്. കാരണം അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇതിൽ വേറൊരു വിഷയം. എന്താണ് വിഷയം? സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വാഹനത്തിനുള്ളിൽ നോക്കിയിരിക്കുകയാണ്. DYFI ഗുണ്ടകൾ ചെടിച്ചട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലി പൊട്ടിക്കുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ മേധാവി കണ്ടിരിക്കുക, പിണറായി സഖാവ് കണ്ടിരിക്കുക. അത് തെറ്റാണ്. ഒന്ന് ചോദിച്ചോടി, വിവരമുള്ളവരോട് അറിവില്ലവരോട്. കാരണം അയാൾ പറയണം പോലീസിനോട് അവരെ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കരുത്. ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം കൊടുക്കേണ്ട ആളാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി. അല്ല DYFIക്കാർക്ക് അങ്ങനെ വന്ന് തല്ലാൻ പറ്റില്ല. ഇനി യൂത്ത് കോൺഗ്രസ്സുകാർക്ക് VD സതീശനെ സംരക്ഷിക്കാൻ വേണ്ടി ചെടിച്ചട്ടി ഹെൽമറ്റ് നിർത്തി തല്ലാൻ പറ്റില്ല. വേറെ കാര്യം. അത് വേറെ കാര്യം. അതിന് പോലീസാണ് മുഖ്യമന്ത്രിക്കുള്ള സുരക്ഷ ഒരുക്കേണ്ടത്. മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കൊക്കെ ഉണ്ട്. അത് കമ്മികൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അപ്പം ഈ ഹെൽമറ്റ് ചെടിച്ചട്ടി ആക്രമണം ജീവൻ രക്ഷാ പ്രവർത്തനം മുഖ്യമന്ത്രി ന്യായീകരിച്ചതാണ്. അയാളുടെ പേരിൽ വകുപ്പിൽ ഈ കേസ് ചാർജ് ചെയ്യുക. പിണറായി ചെങ്കൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യുക. അങ്ങനെ നിയമമുണ്ട്. അവിടെ നടക്കൂല. ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റാണ്. നേതാക്കന്മാരെ സംരക്ഷിക്കും എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് ഉണ്ടാവില്ല. പക്ഷേ ഇത് പറ്റാക്കില്ല. ഒരു നേതാവിൻ്റെയും ആജ്ഞാവൃത്തികളായിട്ട് പോലീസുകാരും നിയമം നടത്തേണ്ട ഉദ്യോഗസ്ഥരും മാറരുത്. ഇനിയിപ്പോഴുള്ള മുഖ്യമന്ത്രിയുടെ കാര്യത്തിലായാലും അത്ര തന്നെ. എന്തെങ്കിലും അതിര് വിട്ടുകൊണ്ടുള്ള എന്തെങ്കിലും സ്ഥാനക്കയറ്റം കിട്ടും എന്ന് കരുതി അതിര് വിട്ടുകൊണ്ടുള്ള നിയമലംഘനം നടത്താൻ ഉദ്യോഗസ്ഥർ മുന്നോട്ടേക്ക് വരരുത്. അതുതന്നെയാണ് വേണ്ടി. അതിന് കോൺഗ്രസ് വെച്ചാലും CPM വെച്ചാലും. അപ്പം ചിറ്റപ്പനെ പോലുള്ള ഒരാൾ മനസ്സിലാക്കുക, പേപ്പട്ടിയെ തല്ലുന്നത് പോലെയാണ് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഈ ഗൺമാന്മാർ മർദ്ദിച്ചത്. ചിറ്റപ്പൻ്റെ മകനാണെങ്കിൽ ചിറ്റപ്പ സഹിക്കുമോ? പിണറായിൻ്റെ, ചിറ്റപ്പൻ്റെ, തോമസ് ഐസക്കിൻ്റെ, KK ശൈലജൻ്റെ ഒക്കെ മക്കളാണെങ്കിൽ ചിറ്റപ്പൻ ഈ ന്യായമായിട്ട് വരുമോ? വരൂല. കാലം കടന്നു പോവുകയാണല്ലോ. വെറുതെ ഒരു പ്രക്ഷോഭത്തിന് പോലീസ് ലാത്തി വീശുമ്പോത്തിന് വന്നു നിങ്ങൾ കുരക്കാനും പോലീസിനെ ഭീഷണിപ്പെടുത്താനും. അപ്പോൾ ഇത് അങ്ങോട്ട് കിട്ടുമ്പം നിയമലംഘനം, ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ നിയമലംഘനമൊന്നുമില്ല. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ കരുതിയത് എന്താ അറിയോ? കാലാകാലം പിണറായി ഭരിക്കും, അപ്പോൾ ഒരു പ്രശ്നമില്ല. ആ കുടൻ്റെ ചോട്ടിൽ അങ്ങനെ നിൽക്കാൻ. അപ്പോൾ പിണറായിനെ സന്തോഷിപ്പിക്കാനാണ് ഈ റോട്ടിലിറങ്ങി ഗൺമാന്മാർ മർദ്ദിച്ചത്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത്. അതിൻ്റെ ഭാഗമാണ്. കാരണം എന്താ വെച്ചാൽ ചങ്കനെ പുകയറ്റി ഒരു പാട്ട് എഴുതിയോന് അതിൻ്റെ തലേ ദിവസം തന്നെ ജോലി കിട്ടി, ജോലിയിൽ കയറ്റം കിട്ടി, ഉന്നത സ്ഥാനങ്ങളിലെത്തി. KV തോമസ് ചങ്കനെ പുകയറ്റിയതാണ്. അതിന് KV തോമസിന് ലക്ഷക്കണക്കിന് ശമ്പളവും ക്യാബിനറ്റ് റാങ്കും കൊടുത്ത് ഡൽഹി കൊണ്ടുപോയാക്കി. അതാണ് ചങ്കൻ്റെ ഒരു ലൈനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. ചങ്കന് കൊടുക്കാലോ, പാവപ്പെട്ടവൻ്റെ നികുതി പണമല്ലേ, ചങ്കന് എന്തും ബാലി പോലും കൊടുക്കാലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അറിയുന്നതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ചങ്കൻ്റെ ചെരുപ്പ് നക്കിക്കൊണ്ടേയിരിക്കും. അത്തരം ചെരുപ്പ് നക്കികൾ ഇത്തരം അനുഭവിക്കണം. അപ്പം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ്മാരൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ SIT കുറ്റപത്രം കോടതി സമർപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാനും കോടതി ഹാജരാക്കാനൊക്കെ ഉള്ള പിന്നെ തീരുമാനം വരും. അതിൻ്റെ മുമ്പ് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, രാജ്യത്തെ ഏറ്റവും വലിയ ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്നത് കോടതികളാണ്. ആ ആലപ്പുഴ കോടതി പറഞ്ഞ് ശങ്കനോട് കേസെടുത്ത് അന്വേഷിക്കാൻ, എന്നിട്ട് ശങ്കൻ ഒരു കുലുക്കുണ്ടായില്ല. അപ്പം കോടതിൻ്റെ മേലെയാണ് ശങ്കൻ. പിന്നെ കോടതി ഭയന്ന് കുറച്ച് ഉണ്ടാകുന്നതാണോ കോടതി പിന്മാറിയതാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും അതിലൊരു അന്വേഷണം ഉണ്ടായില്ല. ആ അന്വേഷണമാണ് ഇപ്പോൾ VD സതീശൻ വന്നിട്ട് നടത്തുന്നത്. അപ്പോൾ അത് മുടക്കാമെന്നും അതിന് രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട. ഒരു കരുതലും ആ കാര്യത്തിൽ വേണ്ട. കാരണം ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഇവിടെ നടക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കോടതിയിൽ പോയാൽ നീതി കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ്. കോടതിക്കൊരു വില ഉണ്ടാവും, കോടതിനൊരു ഭയം ഉണ്ടാവും ഇപ്പോഴത്തെ സർക്കാരിന്. മനസ്സിലായില്ലേ? അപ്പം ചിറ്റപ്പനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കുക, ഇവിടെ ഈ പിന്നെ ഗൺമാന്മാർക്ക് ആ വാഹനത്തിൻ്റെ ഉള്ളിലാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ടത്. ആ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറിയാലാണ് ഗൺമാന്മാർ മർദ്ദന മുറകൾ അയച്ചു വിടേണ്ടത്, വെടിവെക്കേണ്ടതൊക്കെ. അതാദ്യം മനസ്സിലാക്കുക. ഇതിവിടെ സംഭവിച്ചത് എന്താണ്? കരിങ്കൊടി കാട്ടി 2 പ്രവർത്തകരെ ഗൺമാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മർദ്ദിക്കുകയാണ്. അത് അനുവദിച്ചുകൂടാ, ഒരു ഭരണത്തിനും അനുവദിച്ചുകൂടാ അത്തരം മൈനാട്ടുകൾ. ആ തലക്കടി കിട്ടിയതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ ജീവൻ വരെ നഷ്ടപ്പെടും. ചങ്കനോ ചിറ്റപ്പനോ എന്തേ പുല്ലുണ്ടാവുമോ? ഉണ്ടാവില്ല. ചങ്കനും ചിറ്റപ്പനൊക്കെ പുല്ലുണ്ടാവും. ഒരു DYFIക്കാരൻ എന്തേ പറ്റിയാൽ അപ്പം വേദന.
അതും ഇതൊക്കെ മനുഷ്യന്മാരാണെന്ന് പറഞ്ഞ കാഴ്ചപ്പാടൊന്നും ചങ്കനും ചിറ്റപ്പനൊന്നുമില്ല. അപ്പം ഇതൊരു ശിക്ഷിക്കപ്പെടണം, വരെ ജോലി പോകണം. മേലാലും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ, ഇനി നാളെ വി ഡി സതീശൻ്റെ വാക്ക് കേട്ടും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ രംഗത്തേക്ക് വരരുത്, ഇതേ രീതിയിൽ മർദ്ദനേറ്റ് വരരുത്. അപ്പം ഇവർ ശിക്ഷിക്കപ്പെടണം. അത് ആരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ഭീഷണി നടത്തിയാലും ഇവർ ശിക്ഷിക്കപ്പെടണം. ഭീഷണിൻ്റെ കാര്യത്തിൽ ഇവർ മുന്നിലേക്കാണ്. TP വധക്കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ പല കോലത്തിലുള്ള ഭീഷണിയും ആഭ്യന്തരമന്ത്രിക്ക് വരെ ഇവർ ഭീഷണി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി ഇട്ട് വളഞ്ഞിട്ടുണ്ട്, സെക്രട്ടറി പോലെ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കും. പക്ഷേ അതൊന്നും വകവെക്കാതെ ഇവരെ പേരിൽ നടപടി ഉണ്ടാകണം. ഈ ഗവൺമെന്റ്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും പേരിൽ നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ ആ ജീവൻ രക്ഷാപ്രവർത്തനം, വേറൊരു ജീവൻ രക്ഷാപ്രവർത്തനം DYFIക്കാർ ചെടിച്ചട്ടിരുത്ത് ഹെൽമെറ്റ് എടുത്ത് തല്ലിയത്, അതിൽ അന്വേഷണം വേണം. കാരണം DYFIക്കാർക്കോ യൂത്ത് കോൺഗ്രസ്സുകാർക്കോ SFIക്കാർക്കോ MSFകാർക്കോ BJPക്കാർക്കോ ആർക്കും നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ല. അത് ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അത് കോടതി നാളെ പറയാം, ഞാൻ ഞാൻ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലുണ്ടായിരുന്നത്, അപ്പോഴാണ് ഇവരെ ഇടപെട്ടെന്നൊക്കെ പറയാം. ഇതല്ലത് ചുറ്റുപാടും പോലീസുണ്ട്. അപ്പം ഇവരെ പേരിലൊക്കെ നടപടി ഉണ്ടാകണം. അത്തരത്തിലുള്ളൊരു ഭരണമായിട്ട് മുന്നോട്ട് പോകണം. രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും നീതി കിട്ടണം. അതുപോലെ നിവിൻ ബാബു, മുൻ സബ് കളക്ടർ നിവിൻ ബാബു, PP ദിവ്യയുടെ പ്രസംഗത്തിൽ മരിച്ചുപോയ നിവിൻ ബാബു, അതൊക്കെ ശരിയായിട്ടുള്ള അന്വേഷണമാണ്. ആ കാര്യത്തിലൊക്കെ എല്ലാ കേസിലും കൃത്യമായ അന്വേഷണം നടത്തിയാൽ സഖാക്കളുടെ പങ്ക് വെളിച്ചത്ത് വരും, നേതാക്കളുടെ പങ്ക് വെളിച്ചത്ത് വരും. അത് വെളിച്ചത്ത് കൊണ്ടുവരണം. അതുപോലെ സ്ക്രീൻഷോട്ട് അന്വേഷിക്കാൻ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടുണ്ട്. അതിലും നീതിയുക്തമായ അന്വേഷണം നടക്കണം. ആരാണ് ആ വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടിയത് എന്ന് കണ്ടെത്തി അവനെ അറസ്റ്റ് ചെയ്യണം. അതുപോലെ ഒട്ടനവധി കേസുകളുണ്ട്. ആ കേസുകളൊക്കെ അന്വേഷിക്കാൻ VD സതീശൻ സർക്കാർ തയ്യാറാക്കണം.